ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ വ്ളോഗ് ടെയിൽസ് ബൈ ആദർശ. സോ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ തുടങ്ങുന്നത്. നോട്ട് ഗോണ ലൈഫ് ബിക്കോസ് ഇന്നത്തെ ദിവസം കുറേ കാത്തിരുന്ന് കിട്ടിയ ദിവസമാണ്. ഇത് +1 ലാസ്റ്റ് ദിവസമാണ്. ഇതേ ദിവസം തന്നെയായിരുന്നു ഞങ്ങളുടെ SSLCയുടെ ലാസ്റ്റ് എക്സാം കഴിഞ്ഞ ഇയറിൽ 1 ഇയർ ആയിക്കോ. പക്ഷെ അന്നെന്ന് പറഞ്ഞാൽ കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. കാരണം അയ്യോ എൻ്റെ കംഫർട്ട് സോൺ അവരെ വിട്ട് ഞാൻ വേറെ സ്കൂളിൽ പോവാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷേ അന്ന് സന്തോഷം ഉണ്ടായിരുന്നു, കുറച്ച് വിഷമമുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ദിവസം സന്തോഷം മാത്രമേ ഉള്ളൂ. സന്തോഷം മാത്രം എന്ന് പറഞ്ഞാൽ സന്തോഷം മാത്രം. എനിക്കതെങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്ന് അറിയില്ല. കാരണം SSLCനെക്കാട്ടും കുറേ എഫേർട്ട് ഇട്ടാണ് ഞാൻ. എഫേർട്ട് എന്ന് പറയുന്നത് എൻ്റെ ഉറക്കം കളയാന്ന് പറയാനാണ്. എൻ്റെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങുന്നത് തന്നെ എൻ്റെ സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ടാണ്. രാവിലെ എണീച്ച് ഞാൻ പഠിച്ചു, 4 മണിക്ക് എണീച്ചു. എന്നിട്ട് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കിട്ടും. എൻ്റെ പവർ നാപ്പ് കുറച്ചധികം കൂടുതലെടുത്ത് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല. കാരണം ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ ഡേ ഇൻ മൈ ലൈഫിലും തുടങ്ങണം അത് വെച്ചിട്ടാണ്. സോ ഇപ്രാവശ്യം ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. അതിനുശേഷം ഇപ്പോൾ തൊട്ടുള്ളത് വെച്ച് കാണിക്കാൻ വെച്ചു. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. സോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ഐ ഹാഡ് ദിസ് ദോശ, സാമ്പാർ, പിന്നെ തക്കാളി ചമ്മന്തി. അതിനുശേഷം കുറച്ച് ക്ലാസ് കാണാനുണ്ടായിരുന്നു. പ്രീവിയസ് ലൈവും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാത്സ് എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് മിനിറ്റുള്ള സ്റ്റഡി അല്ല, ബട്ട് ത്രൂ ഔട്ട് ദ ഇയർ. അങ്ങനെ പഠിപ്പെല്ലാം കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡി ആവുകയാണ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള പ്ലാനിൽ കുറച്ചധികം റെഡി ആവുന്നുണ്ട്. കണ്ണൊക്കെ എഴുതി നമ്മൾ കാര്യമായിട്ടൊന്ന് റെഡി ആവുന്നുണ്ട് കേട്ടോ. അന്നൊരു വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 മണിയൊക്കെ ആകുമ്പോൾ എത്തിയാൽ മതി. ബട്ട് ഭയങ്കര വെയിലാണ് കേട്ടോ. അങ്ങനെ എല്ലാ പ്രിപ്പറേഷൻസും കഴിഞ്ഞിട്ട് ഞാൻ എക്സാം എഴുതാൻ പോയി. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു മാത്സ് എക്സാം? നല്ലായിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടു. ഫുൾ A+. വിഷമത്തോടെയാണ് ആ പറഞ്ഞത്. പിന്നെ ആ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഷാർജ കുടിക്കാൻ പോയി. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ +1 ലാസ്റ്റ് ദിവസം അങ്ങനെ അവിടെ തീർക്കുകയാണ് കേട്ടോ. വീട്ടിലേക്ക് പോകാനുള്ള ഡയറക്റ്റ് ബസ് പോയി. സോ എനിക്കിനി വേറൊരു വഴിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു മെട്രോ പോവാന്ന്. ഞാൻ അവിടെ ഇറങ്ങിയിട്ട് ഇനി നടക്കണം. അയ്യോ മഴയും വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വീടെത്താൻ വേണ്ടിയിട്ട് ഞാൻ മെട്രോ ആണ് ചൂസ് ചെയ്തത്. വീടെത്തി കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയുടെ വെൽക്കം ഡ്രിങ്ക് ആയിട്ടുള്ള നാരങ്ങയുള്ള എന്നെയും കാത്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ. പ്ലീസ്, ഞാൻ എക്സാമിനെ പറ്റി പറഞ്ഞല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിച്ചതെന്ത് വന്നതെന്ത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. പേപ്പറിൻ്റെ കുഴപ്പമാണോ എൻ്റെ കുഴപ്പമാണോ ഒന്നും എനിക്കറിയില്ല. ഞാൻ എന്തോരം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് പോയതാ. ഏകദേശം അതേപോലെയൊക്കെ ചോദിച്ചേക്കണം. പക്ഷെ ഞാൻ പഠിച്ചതും കൂടെ മറന്നു. സത്യം പറയാലോ, സെറ്റും റിലേഷൻസും മറന്നേ പോയി. എനിക്ക് പ്രോസസ്സാണല്ലോ എനിക്കറിയാം. പക്ഷെ ക്വസ്റ്റ്യനും ഞാൻ പഠിച്ചത് നമ്മളെ കണക്ഷൻ എനിക്ക് കിട്ടണമായിരുന്നില്ല. പിന്നെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, ആദ്യത്തെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് പോക്കായിരുന്നു. പക്ഷെ ഞാൻ എഴുതിയിട്ടുണ്ട്. എക്സ്ട്രാ ഒന്നും എഴുതാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു ഐഡിയ ഇല്ല. പിന്നെ 6 മാർക്കിൻ്റെ ഒക്കെ നല്ലതായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ അതിൻ്റെ ആൻസർ ഒന്നും ഒരു ഭംഗിയില്ല. ഞാൻ നോക്കിയിട്ട് എല്ലാം പോയിൻ്റ് വരുന്നുണ്ട്. അപ്പോൾ എനിക്കറിയില്ല എന്താണെന്നുള്ളത്. ഒരു നിമിഷം ഞാൻ എൻ്റെ ഡബിൾ പാസ്സൊക്കെ ഇങ്ങനെ മിന്നിമാഞ്ഞ് കണ്ട്. അപ്പോൾ ഓവറോൾ എനിക്കറിയില്ല എന്താ പറയുക എന്നുള്ളത്. മാർക്ക് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ പറയാം, ജസ്റ്റിഫൈ ചെയ്യാൻ. നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന് വിചാരിക്കാം. മാത്സ് എക്സാം എന്താണത് മറന്നു ഡിലീറ്റഡ് ചാപ്റ്ററാണ്. ഞാനൊരു റിയാലിറ്റി പറയട്ടെ. ഇപ്പോൾ സയൻസ് കൊമേഴ്സ് കമ്പാരിസൺ ഉണ്ട്. കാരണം സയൻസുകാരെ നല്ല ടഫാണ്. മാത്സ് ഞങ്ങളുടെ കോർ സബ്ജക്റ്റാണ്. സോ ഞങ്ങൾക്ക് കുറച്ച് ഇളവ് തരുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാനായിട്ട്, ഞാൻ ടോപ്പറോ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഭയങ്കര ഇതായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയല്ല. ഞാൻ എസ്പെഷ്യലി മാത്സ് ഒക്കെ ആണെങ്കിലും മാത്സ് ഞാൻ ആഗ്രഹിച്ച ഇഷ്ടത്തോടെ പഠിച്ചെടുത്തതാണ്. ഞാൻ അത്ര അടിപൊളിയൊന്നും ആയിരുന്നില്ല മാത്സിൽ. അടിപൊളിയായിരുന്നു, പക്ഷേ ഇടയ്ക്ക് ഞാൻ ഒരു ഡൗൺഫോൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ മാത്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെടാനായിട്ടൊരു കഥയുണ്ട്. 10th SSLC ടൈമിൽ, SSLCക്ക് മുമ്പ് 10th തുടങ്ങിയപ്പോഴേ ഒരു കുട്ടി കഥയുണ്ട്. അപ്പോൾ അത് ഞാൻ വേറെ എപ്പോഴേലൊക്കെ ഒരു ദിവസം പറഞ്ഞുതരാം. ഇപ്പോൾ 10th ആവുന്നവരോ അല്ലെങ്കിൽ മാത്സ് സ്ട്രഗിൾ ചെയ്യുന്നവർക്കോ ഒരു കുഞ്ഞി മോട്ടിവേഷൻ കഥ പോലെ പറയാനുള്ളൊരു അനുഭവം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പഠിപ്പിയൊന്നുമല്ല. പിന്നെ ഒരു പോയിന്റ് എത്തുമ്പോൾ പഠിച്ചില്ലേ രക്ഷയില്ല എന്നുള്ള തോന്നുന്ന സമയത്ത് നമ്മൾ ഇരുന്ന് എഫേർട്ട് ഇട്ട് അങ്ങോട്ട് പഠിക്കുകയാണ് സംഭവം. ഇന്ന് പക്ഷേ ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടോപ്പിക്ക് കുറേ തന്നെ പിന്നെ മറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഒരു പോയിന്റിലെത്തിയപ്പോൾ അതൊന്നും ആപ്ലിക്കബിൾ ആവുന്നുണ്ടായില്ല. അതിൽ മേജറായിട്ട് ഞാൻ ഫേസ് ചെയ്തൊരു പ്രശ്നം വെച്ചാൽ എൻ്റെ മൈൻഡ് പെട്ടെന്ന് ഡൗൺ ആവാൻ തുടങ്ങി. ആദ്യത്തെ ക്വസ്റ്റ്യൻ കിട്ടാനുള്ള, ഒരു സബ് ക്വസ്റ്റ്യൻ കിട്ടാനുള്ള. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ടെൻഷനല്ല, ഞാനാണ് ഡൗൺഫോളായി. അതാണ് ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ വ്യൂസിനോട് പറയാനുള്ളത്, അത് നിങ്ങൾ എൻ്റെ ഫസ്റ്റ് മാർക്ക് റിവീലിംഗ് വീഡിയോ എല്ലാം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര പഠിപ്പിയാണ്. ഒന്നെങ്കിൽ വിചാരിക്കും ഞാൻ പഠിപ്പിയാണ്, അല്ലെങ്കിൽ കൊമേഴ്സ് ഭയങ്കര സിമ്പിളാണെന്ന്. അപ്പോഴിതിന് രണ്ടിൻ്റെ ഇടയിൽ നമ്മളിടുന്ന എഫേർട്ട് കാണുന്നില്ല.
ഒരു ടൈമിൽ ഞാൻ നല്ല എഫേർട്ട് ഇട്ടു, ക്വസ്റ്റ്യൻസും അതിനനുസരിച്ച് വന്നു, എല്ലാം കൂടെ നമുക്ക് സാഹചര്യം മൊത്തം നമുക്ക് അനുകൂലമാകുമ്പോഴാണ് നമുക്ക് അത്രയും നല്ല മാർക്ക് കിട്ടുന്നത്. ചില സമയത്ത് ഏതെങ്കിലും ഒന്ന് ഡൗൺ ആയിപ്പോയാൽ എല്ലാം പോകും. അതിൽ പെട്ടതാണ് ഈ മൈൻഡിൻ്റെ ആ ഒരു ഇത്. അപ്പോൾ ഇറ്റ്സ് ഓക്കെ, ലൈക്ക് ഞാൻ പഠിപ്പിക്കൊന്നുമല്ല, പക്ഷേ ഒരു തവണ എല്ലാവരും കൂടെ നമ്മളെ പഠിപ്പി എന്ന് പറഞ്ഞ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, എപ്പോഴെങ്കിലും ഒരു ചെറിയൊരു മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അതും ക്രിട്ടിസൈസ് ചെയ്യും. അയ്യോ നീ പഠിപ്പില്ലേ നിനക്ക് എന്ത്. എനിക്ക് പക്ഷേ എനിക്ക് അങ്ങനെ കാണില്ല. കാരണം +1 കയറിയപ്പോഴാണ് എനിക്ക് ഇത്രയും മാർക്ക് കിട്ടാൻ തുടങ്ങിയത്. 10th 9th അതിന് മുമ്പായിക്കോട്ടെ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ് പക്ക. ഇവിടെ എത്തിയപ്പോൾ പഠിക്കണം എന്നുള്ളൊരു കാരണം +1 എനിക്ക് പഠിച്ചില്ലെങ്കിൽ, കാരണം 10th ഗ്രേഡ് എന്ന് പറയാൻ +1 കിട്ടുന്നത്. പക്ഷേ +1 +2 കണക്റ്റഡ് ആണ് +2 മാർക്ക് ഭയങ്കര ഇതാണ്. അപ്പം അത് എന്തായാലും വേണം എന്നുള്ളൊരു വാശിയിലാണ് ഞാൻ ഇത്രയും പഠിച്ചെടുത്തത്. ഈ വീഡിയോ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടണ്ടെന്ന് വിചാരിച്ചാണ്. കാരണം എടുത്ത് ഇറങ്ങി എക്സാം എഴുതി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ വിചാരിച്ചു വേണ്ട നിർത്താം മതി ഈ വ്ലോഗ് ഇടണ്ട എന്ന് വിചാരിച്ചു. പക്ഷേ ഷേക്കൊക്കെ കുടിച്ച് എല്ലാം വന്നപ്പോഴേക്കും ഞാൻ ഭയങ്കര ഹാപ്പിയായി. എല്ലാവരും വെക്കേഷൻ വൈബിലേക്ക് എത്തി. അത് കഴിയുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ആലോചിച്ചു, എപ്പോഴും നമ്മുടെ നല്ല സൈഡ്, അല്ലെങ്കിൽ നമ്മുടെ എപ്പോഴും ഗ്രാഫ് ഹൈ ആയിട്ടുള്ള സൈഡ് മാത്രമല്ല ആൾക്കാർ കാണേണ്ടത്, ലോ സൈഡും ഉണ്ട് ഈ പഠിപ്പിൻ്റെ കാര്യത്തിൽ കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പോൾ അതെന്തായാലും നിങ്ങളും കൂടെ അറിഞ്ഞിരിക്കണമല്ലോ. കാരണം ഇറ്റ്സ് നോട്ട് അബൌട്ട് ലക്ക്, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ സ്ട്രീം, ബട്ട് ദ എഫേർട്ട് മാറ്റേഴ്സ്. അപ്പോൾ അങ്ങനെയാണ്. ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ചു എന്തെങ്കിലും സിനിമയൊക്കെ കാണാൻ വിചാരിച്ചു. പക്ഷേ ഈ സിനിമ കാണാനുള്ളൊരു മൂഡ് ഉണ്ടായില്ല. അപ്പോൾ പിന്നെ ഞാൻ ഹാർട്ട് ബീറ്റിൻ്റെ 2nd സീസൺ ഇരുന്ന് കാണാമായിരുന്നു. ഒരു 9:30 ആയപ്പോഴേക്കും ഞാൻ എൻ്റെ ഡിന്നർ കഴിച്ചു. കാരണം നമുക്ക് നേരത്തെ കിടന്നുറങ്ങാൻ വിചാരിച്ചു. കണ്ണൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? ലൈറ്റ് ഇട്ടപ്പോൾ കുറച്ചൊക്കെ മാറി കണ്ടോ? ഇത്രയൊന്നും ഇല്ല കേട്ടോ. വീഡിയോയിൽ കുറച്ചുകൂടെ ലൈറ്റിന് ഇഷ്യൂ കാരണം കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്രയില്ല, എന്നാലും ഡാർക്ക് സർക്കിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഇനി പോകാനായിട്ട് ഇന്ന് എടുക്കുമല്ലോ. ഓക്കെ, നാളെ ഫസ്റ്റ് ഡേ ഓഫ് വെക്കേഷനാണ്. എൻ്റെ എല്ലാ വെക്കേഷനിലും ഫസ്റ്റ് ദിവസം നമ്മളെപ്പോഴും ഓൾമോസ്റ്റ് എല്ലാവരും ഫസ്റ്റ് ഡേ കുറേ കിടന്നുറങ്ങും. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. ബട്ട് എനിക്ക് മിക്കപ്പോഴും എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാവും, അന്നത്തെ ദിവസം എവിടെയെങ്കിലും പോകണം. അങ്ങനെ ഇപ്പം എൻ്റെ ഫ്രണ്ട്സായിട്ട് ഇപ്പോൾ സ്പ്ലിറ്റ് ആയത്, ഇപ്പോൾ വേറെ സ്കൂളൊക്കെ ആയതുകൊണ്ട് ഫസ്റ്റ് ഡേ തന്നെ ഇപ്പോൾ ക്രിസ്മസിൻ്റെ അന്നും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ നാളെ അവരായിട്ട് പുറത്ത് പോകുന്നുണ്ട്. നമ്മൾ വാസുയുടെ വീട്ടിലാണ് പോണത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയായിരുന്നു, പക്ഷെ അത് ഇച്ചിരി നേരം നിൽക്കാൻ പറ്റില്ല, എൻ്റെ ആർദ്ര വന്നിട്ടുണ്ടായില്ല. അപ്പം നാളെ ഞങ്ങൾ അവിടെ പോകും. വലിയ പ്ലാനൊന്നുമില്ല, എത്ര മണിക്ക് എത്തും അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പം ഞാൻ ഫസ്റ്റ് ഡേ ഓഫ് വെക്കേഷൻ്റെ വ്ളോഗും ഷൂട്ട് ചെയ്യാം കേട്ടോ. എന്താണ് അവസ്ഥ എന്നൊക്കെ. ഇപ്പോൾ രാവിലെ എണീക്കണം, റെഡി ആവണം, കുറച്ച് പരിപാടി ഉണ്ട്. എന്നിട്ട് അടുത്ത ദിവസം ഞായറാഴ്ച നമ്മൾ നല്ല സുഖകരമായിട്ട് ഉറങ്ങും. ഒരു 12 മണിക്കൂറെങ്കിലും കിടന്നുറങ്ങും. അതാണ് ഇപ്പോൾ പരിപാടി. ഒന്നെങ്കിലും ഞാനും ആർദ്രയും ഫസ്റ്റ് ഡേ സൈക്കിൾ ഔട്ടാൻ പോകാറുണ്ട്. കഴിഞ്ഞ വെക്കേഷന് നമ്മൾ ഒരു ദിവസം മഞ്ഞമ്മൽ പോയതിൻ്റെ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോകാറുണ്ട് ഓൾമോസ്റ്റ് മിക്ക വെക്കേഷൻ. സെൻറ്റ് തെരേസസ് പഠിക്കുന്ന ടൈമിൽ ഞങ്ങൾ ഒന്നെങ്കിൽ സൈക്കിൾ ഔട്ടാൻ പോകും, അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും പ്ലാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഞങ്ങൾ വേറെ സ്കൂളിലൊക്കെ ആയതുകൊണ്ട് ഇതാണ് പ്ലാൻ, എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടാനുള്ള. ആക്ച്വലി ഞങ്ങൾ ഹോൾ ഗ്യാങ് ആയിട്ട് പ്ലാൻ ചെയ്താണ്. പക്ഷേ കുറച്ചധികം ആൾക്കാരുള്ളപ്പോൾ 1-2 പേര് ഇൻകൺവീനിയൻസ് ഉണ്ടെങ്കിൽ തന്നെ ഹോൾ പ്ലാൻ പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ അത് പോയി. അപ്പോൾ പിന്നെ എന്തായാലും ഇത് നടത്താൻ വിചാരിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. സോ ബൈ.